ഗൈസ്, നമ്മുടെ MGയുടെ വിൻസർ ലോഞ്ച് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ ഈ ഒരു വിൻസർ. അതായത് ഈ ഒരു റേഞ്ചും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പോലും എല്ലാവരും മെയിൻലി പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഈ ഒരു വിൻസറിന് കുറച്ചും കൂടി ഒരു റേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ 38 kW ബാറ്ററി ആയിട്ടാണ് നമ്മുടെ വിൻസർ ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. ആ ഒരു 38 വോട്ടിൽ നിന്ന് നമുക്കൊരു കുറച്ചും കൂടി നമ്മുടെ ഇസഡ സിവിയുടെ ഒക്കെ പോലെ കുറച്ചും കൂടി ഒരു 400 കിലോമീറ്റർ എങ്കിലും മിനിമം റേഞ്ച് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളി വണ്ടിയായിരുന്നെന്നായിരുന്നു ഒരുപാട് പേരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും നമുക്ക് വിൻസറിന് പുതിയ 2 വേരിയന്റ് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ വന്ന വിൻസറിന് 38 kW ആണെങ്കിൽ ഇപ്പോൾ വരുന്ന വിൻസറിന് 52 kW ബാറ്ററിയാണ് വരുന്നത്. അതായത് വിൻസർ പ്രോ എന്ന് പറഞ്ഞ 2 വേരിയന്റ് ഇപ്പോൾ MG ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിൻസർ പ്രോയുടെ, അതായത് നമുക്ക് വിൻസർ പ്രോ എന്ന് പറയുമ്പോൾ 2 വേരിയന്റ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്സ്ക്ലൂസീവ് പ്രോ, അതായത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോ വേരിയന്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ഏറ്റവും ബേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രോയിലേക്ക് കയറുമ്പോഴത്തേക്കുള്ള ഫസ്റ്റ് വേരിയന്റ് ആണ് ഈ ഒരു കിടക്കുന്ന എക്സ്ക്ലൂസീവ് പ്രോ. അതിനുശേഷം വരുന്ന ഒരു മോഡലാണ് എസെൻസ് പ്രോ എന്ന് പറഞ്ഞ ടോപ്പ് മോഡൽ. ഈ 2 വേരിയന്റ് ആണ് നമുക്ക് MGയുടെ വിൻസറിനകത്ത് പ്രോ വേരിയൻസ് ആയിട്ട് വരുന്നത്. ഈ 2 പ്രോ വേരിയൻസിലും നമുക്ക് 52 kW ബാറ്ററിയാണ് വരുന്നത്. ഈവൻ ദോ നമുക്ക് ഈ ഒരു വിൻസറിന്റെ എക്സ്ക്ലൂസീവ് പ്രോ ആണെങ്കിൽ പോലും പുറമെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഒരു വിൻസറുമായിട്ട് ഭയങ്കര രീതിയിലുള്ള ഡിഫറൻസോ കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്തുണ്ട്. ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു 300-330 കിലോമീറ്റർ ആയിരുന്നു റേഞ്ചെങ്കിൽ ഇപ്പോൾ ഏകദേശം കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു 400-449 കിലോമീറ്റർ ഒക്കെയാണ്. അത് 449 കിലോമീറ്റർ MG ക്ലെയിം ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് നേരത്തെ വിൻസറിൽ 330 സംതിങ് കിലോമീറ്റർ MG ക്ലെയിം ചെയ്ത സ്ഥാനത്ത് നമുക്ക് 300-310 മേളിൽ കിട്ടിയ കസ്റ്റമേഴ്സ് ഉണ്ട്. സോ ഇതിലൊരു 449 പറയുമ്പോൾ എങ്ങനെ പോലും ഒരു കസ്റ്റമറിന് എങ്ങനെ പോയാലും ഒരു 400 മേളിലൊക്കെ എന്ത് പോയാലും ഇതിനകത്ത് റേഞ്ച് കിട്ടും എന്നുള്ളത് കൺഫേം ആണ്. പിന്നെ വേറെ കാര്യം, നമുക്ക് പഴയ വിൻസറും ഈ ഒരു വിൻസർ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ഡിഫറൻസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ മെയിൻ ചേഞ്ച് വരുന്നത്. അതായത് ഇപ്പം 18 ഇഞ്ചിൻ്റെ വീൽസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഡയമണ്ട് കട്ടിൻ്റെ MGയുടെ ഹെക്ടറിൽ വന്നേക്കുന്ന സെയിം ആ ഒരു വീലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു വിൻസറിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ആദ്യത്തെ വിൻസർ ഇറങ്ങിയപ്പോഴും അതിൻ്റെ പ്രൈസ് തന്നെയായിരുന്നു ഹൈലൈറ്റ്. ഈ വിൻസറിൻ്റെ എസെൻസ് പ്രോ, അതായത് ടോപ്പ് മോഡലിന് എക്സ്ഷോറൂം ഏകദേശം ഒരു 19 ലക്ഷം ആ റേഞ്ചാണ് എക്സ്ഷോറൂം വരുന്നത്. സോ വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോഹിത് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻസർ പ്രോ, അതായത് വിൻസറിൻ്റെ പ്രോ വേരിയൻറ്റിലെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണിത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോ സീരീസിലെ ഫസ്റ്റ് ബേസ് അല്ലെങ്കിൽ ഫസ്റ്റ് മോഡലെന്ന് പറയാം. ഈ ഒരു മോഡലിൻ്റെ പേര് നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോ എന്നാണ്. ഈ ഒരു മോഡലിന് ശേഷം എസെൻസ് പ്രോ എന്ന് പറഞ്ഞ ഒരു ടോപ്പ് മോഡലുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വിൻസർ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഏകദേശം എല്ലാം സിമിലർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസ്, അതായത് നമുക്ക് ഐ അപ്പീലിംഗിൽ മെയിൻ ഡിഫറൻസ് വരുന്ന ഈ ഒരു സൈഡിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്കകത്ത് ഇപ്പം നമുക്ക് അലോയ്സിൽ ചേഞ്ച് ഉണ്ട്. ഇതിനകത്ത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. നേരത്തെ വിൻസർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഡിസൈൻ ആയിരുന്നു. ഇപ്പം നമ്മുടെ ഹെക്ടറിലൊക്കെ വരുന്നത്, അതായത് നമ്മുടെ ഹെക്ടറിൽ വരുന്ന സെയിം ഏകദേശം ആ ഒരു അലോയിലാണ് ഇതിനകത്ത് വരുന്നത്. ബട്ട് ഒബിയസ്ലി 4 വീലും ഡിസ്ക് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്ന ടയർ സൈസ് എന്ന് പറയുമ്പോൾ 215/55 R18 ആണ്. അതായത് 18 ഇഞ്ച് അലോയ്സിലേക്ക് വിൻസർ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഈ അലോയ് മാറിയതിൻ്റെ തന്നെ മെയിൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ വിൻസർ കുറച്ചും കൂടി ഭംഗിയായി. അതായത് ആ ഒരു അലോയ് മാറിയപ്പോഴത്തേക്ക് തന്നെ വണ്ടിയുടെ ഒരു ഭംഗി മൊത്തത്തിൽ മാറി. ഈ വണ്ടി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2 കളർ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്ക്ലൂസീവ് പ്രോയ്ക്കകത്ത് വരുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ഈ ബ്ലാക്കും, രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റുമാണ്. ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം നമ്മുടെ വിൻസറിൽ വന്ന പോലെ നമുക്ക് കണക്റ്റിംഗ് DRLs വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് നോർമൽ നമുക്ക് ആ പഴയ വന്ന വിൻസറിൽ എങ്ങനെയാണോ സെയിം അത് കണക്ക് തന്നെയാണ് വന്നേക്കുന്നത്. കോർണറിംഗ് ലൈറ്റ്സ് ഉണ്ട്. താഴേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തും വന്നിട്ടുണ്ട്. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷം ഒരുപാട് പേരും വേറൊരു കാര്യം റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇസഡ സിവിക്കകത്തൊക്കെ അഡാസ് ഉണ്ട്. ബട്ട് നമ്മൾ വിൻസറിലേക്ക് വരുമ്പോഴത്തേക്ക് അഡാസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനി നമുക്ക് വിൻസറിലേക്ക് വരുമ്പോഴും അഡാസ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ബട്ട് അത് നമ്മുടെ ഈ എക്സ്ക്ലൂസീവ് പ്രോയിലല്ല, നമ്മുടെ എസെൻസ് പ്രോ എന്ന് പറഞ്ഞ ടോപ്പ് വേരിയന്റിലാണ് അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു MGയുടെ ലോഗോ സ്റ്റിൽ ഇലുമിനേറ്റഡ് ലോഗോ തന്നെയാണ് നമുക്ക് ഇതിനകത്തും വരുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ നമുക്ക് താണ്ടാം കീയിലെ സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇതാണ് നമ്മുടെ കീ വരുന്നത്. സെയിം നമ്മുടെ മറ്റേ ആ ഒരു വിൻസറിനകത്ത് വന്ന സെയിം ആ ഒരു കീ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോ അൺലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് അപ്രോച്ച് അൺലോക്ക്. അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി അൺലോക്ക് ആവാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് അല്ല മാനുവലി നമുക്കിത് ഓഫും ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ വണ്ടിക്ക് അത് ഓഫ് ചെയ്തിട്ടേക്കാണ്. നിങ്ങൾക്ക് ആ സെറ്റിംഗ്സിൽ നിന്ന് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സെയിം ഓട്ടോ ഫോൾഡ് വരുന്ന മിറേഴ്സ് ഉണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഇൻറ്റിഗ്രേറ്റഡ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അത് 4 വീലും ഡിസ്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഒരു നേരത്തെ വന്നേക്കുന്ന ആ ഒരു ക്രോം പോർഷനും കാര്യങ്ങളെല്ലാം താഴെ വന്നിട്ടുണ്ട്. ഈ സെയിം ക്രോം പോർഷൻ നമ്മുടെ നേരത്തെ വിൻസറിനകത്തും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്ലഷ് മൗണ്ട് ഡോർ ഹാൻഡിൽസ് ആണ് നേരത്തെ പോലെ തന്നെ. ഒരുപാട് പേരും അന്നും ചോദിച്ച ഡൗട്ടാണ്
ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ കൈ അകത്ത് സ്റ്റക്കായി പോകുന്നൊക്കെ ഒരുപാട് വരും. അന്ന് നമ്മുടെ ആദ്യത്തെ വിൻസർ ഇറങ്ങിയപ്പോൾ നോക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, അത് സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ആവത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതാണ് ഭയങ്കര സ്പീഡിൽ വന്ന് ക്ലോസ് ആയിട്ട് നമ്മുടെ കൈയോ കാര്യങ്ങളോ ഒന്നും ജാം ആവത്തില്ല. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്ത് അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർ ഇൻറ്റീരിയറേ ചേഞ്ച് ആയേക്കാണ്. അതായത് ബേജ് കളറിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇൻറ്റീരിയർ കാണിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് എക്സ്റ്റീരിയർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറാം. ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ആ ഒരു ടെയിൽ ഗേറ്റ് നമുക്ക് കാണാം. അതായത് നമ്മുടെ മറ്റേ ആ ഒരു പഴയ വിൻസറിൽ വന്ന സെയിം ആ ഒരു ബാക്ക് പോർഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് കണക്റ്റഡ് ബാക്ക് ടെയിൽ ലാമ്പ് കാണാം, MGയുടെ ലോഗോ, അതുപോലെ തന്നെ വിൻസർ എന്നുള്ളത് രണ്ടും ക്രോം പീസിൽ തന്നെയാണ് നമുക്ക് നേരത്തെ വന്നിട്ടുള്ളത്. ഈ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിയർ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മേളിൽ ഇവിടെയും ഒരു ബ്രേക്ക് ലാമ്പ് വന്നിട്ടുണ്ട്. നേരത്തെ വന്ന പോലെ സെയിം ആ ഒരു ഗ്ലാസ് ആൻറ്റീനയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. 360 ക്യാമറ ഉണ്ട്. അതിൻ്റെ ആ ഒരു ക്യാമറ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടും കാണാം. ഇതിനകത്ത് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് അല്ല, ഇത് മാനുവലാണ്. ഇതിൻ്റെ അടുത്ത വേരിയന്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് വരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസീവ് 608 ലിറ്റേഴ്സിൻ്റെ ബോട്ട് സ്പേസ് ആണ് നമുക്ക് വരുന്നത്. പക്ഷേ 608 ലിറ്റേഴ്സിന് ചെറിയൊരു വ്യത്യാസം നമ്മുടെ ബോട്ട് സ്പേസിൽ വരും. അതായത് നിങ്ങളിപ്പം ഈ ഒരു വേരിയന്റ്, അതായത് നമ്മുടെ ഈ എക്സ്ക്ലൂസീവ് പ്രോ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് 6 സ്പീക്കേഴ്സും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബ് വൂഫറും വരുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് നോക്കുകയാണെങ്കിൽ വേണ്ട ഈ ഒരു സബ് വൂഫർ വരുന്നതിൻ്റെ പേരിൽ ചെറിയൊരു സ്പേസിൽ നമുക്ക് കുറവ് വരും. ബട്ട് എന്നാൽ പോലും ഒരു മാസീവ് ബോട്ട് സ്പേസ് ആണ് നമുക്ക് ഈ വണ്ടിക്കകത്ത് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ഇറങ്ങിയ വിൻസറിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയായിരുന്നു ഇതിൻ്റെ ബോട്ട് സ്പേസ്. കാര്യം അത്യാവശ്യം നല്ല സ്പേസുള്ള ബോട്ട് സ്പേസ് ആണ്. അതായത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സ്റ്റീരിയർ കാര്യമെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾ മെയിൻ ചേഞ്ചും കാര്യങ്ങളെല്ലാം കാണുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്കൊരു ബ്ലാക്ക് തീമായിരുന്നു വന്നെങ്കിൽ ഇപ്പം നമുക്ക് നേരെ അതൊരു ബീച്ച് തീമിലേക്ക് ആയിട്ടുണ്ട്. ലെതർ സീറ്റ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് എന്ന് പറയുമ്പം ഇലക്ട്രിക് സീറ്റ്സ് ആണ് വന്നേക്കുന്നത്. ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീമിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 സ്പീക്കേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം, നോർമൽ നമ്മൾ നേരത്തെ വിൻസറിൽ വന്ന പോലെ തന്നെ നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ സ്ക്രീനും കാര്യങ്ങളെല്ലാം ഓൺ ആവുന്നതാണ്. അതായത് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറെ എന്താ പറയുക, നമുക്ക് ഓൺ ആക്കാൻ വേണ്ടി സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നുണ്ടോ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4 വിൻഡോസും 1 ടാപ്പ് അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ അവൈലബിൾ ആണ്. ഈവൻ ഇപ്പം നിങ്ങളിപ്പം എന്താ പറയുക, ഇപ്പം ഈ ഒരു വണ്ടി ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 4 വിൻഡോ ഓപ്പൺ ആണെങ്കിൽ പോലും നമുക്ക് വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 4 വിൻഡോയും പൊങ്ങിയിട്ട് വണ്ടി ലോക്ക് ആവുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ കൺവീനിയൻറ്റ് ഫീച്ചർ തന്നെയാണ്. പിന്നെ നമ്മളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റീരിയറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വിൻസറോട്ട് നോക്കുന്ന സമയത്ത് സീറ്റെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ചേഞ്ചോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. കാര്യം സെയിം ആ ഒരു 15.4 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വരുന്നുണ്ട്. ഈ വണ്ടിയുടെ മെയിൻ സംഭവങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ്. നമ്മുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് നമ്മുടെ പഴയ ഒരു വിൻസർ എങ്ങനെ വന്നോ ഏകദേശം ആ ഒരു സിമിലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നേരത്തെ വന്ന ആ ഒരു 15.4 ഇഞ്ചിൻ്റെ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഇവിടെ കാണാം. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് സിമ്മ് വരുന്നുണ്ട്. നേരത്തെയും നമുക്ക് ജിയോയുടെ ആണ്, ഇപ്പോഴും ജിയോ തന്നെയാണ്. നമുക്ക് 2 GB ഡേറ്റയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ MGയുടെ ഈ ഒരു നമുക്ക് ഈ ഒരു എൻ്റെ വിൻസർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് MGയുടെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റെസ്പോൺസീവ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ അതിൽ നിന്ന് റിമോട്ട് അൺലോക്കും ലോക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഒരു ലാഗോ ഡിലേ ഇല്ലാതാണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്ക് ആംബിലൈറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ വരുന്നില്ല. നേരത്തെ വന്ന പോലെ ബാക്കി എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്ക് ഈ ഒരു ആംറസ്റ്റിൻ്റെ താഴെ നമുക്കൊരു പോർട്ട് വരുന്നുണ്ട്. അവിടെ തന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ കുത്തുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. പഴയതിനകത്ത് നമുക്ക് അതിനൊക്കെ തന്നെ ആയിരുന്നു. ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ AC ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി എൻറ്റയർലി കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സ്ക്രീനിൽ നിന്നാണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ വേർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട വിൻസറിന് ഇവിടെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മെയിൻലി നമ്മുടെ AC തന്നെയാണ്. ഈ AC കൺട്രോൾസ് എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാനുവലി ഇവിടെ നിന്നും ആക്സസ് ചെയ്യാം. പിന്നെ ഒരുപാട് പേർക്ക് ഉള്ളൊരു മെയിൻ ഒരു ഡൗട്ടാണ്, അതായത് ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടി, അതായത് നമുക്ക് നമ്മളെല്ലാം ആക്സസ് ചെയ്യുന്നതും നമ്മുടെ ഡ്രൈവ് മോഡും എല്ലാം ആക്സസ് ചെയ്യുന്ന ഇതിൽ നിന്നല്ലേ. അപ്പം ഈ ഒരു സ്ക്രീൻ ഒന്ന് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നമ്മൾ ഡ്രൈവിങ്, അതായത് നമ്മുടെ വണ്ടി ഓടുന്നതും ഈ സ്ക്രീനോട്ട് യാതൊരു കണക്ഷനും ശരിക്കും പറഞ്ഞാൽ ഇല്ലയെന്ന് വേണം നമുക്ക് പറയാം. കാര്യം
നമുക്ക് വണ്ടിയുടെ ഡ്രൈവ് മോഡ് മാറ്റുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഈ ഒരു ക്ലസ്റ്ററിൽ നിന്നാണ് മാറ്റുന്നത്. അത് നമുക്ക് ഈ ഒരു കൺട്രോൾസ് ഉപയോഗിച്ചിട്ടും ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സും കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും. പിന്നെ ഈ ഒരു സ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോർമലി ഇപ്പം നമ്മുടെ പെട്രോൾ കാർസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരത്തില്ല, ഏകദേശം അതേ കണക്കൊക്കെ നമുക്ക് ഇത് നോക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം സ്ക്രീൻ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ AC ഓൺ ആക്കണമെങ്കിൽ AC കൺട്രോൾസ് താഴെ വരുന്നുണ്ട്. വണ്ടി ഡ്രൈവ് മോഡും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല നമുക്ക് ഇതിനകത്തേക്കും അസൈൻ ചെയ്യാൻ പറ്റും ഡ്രൈവ് മോഡും കാര്യങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വണ്ടി ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം, ഈ സ്ക്രീൻ ഹാങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ഒരു 10-15 സെക്കൻഡ്സോളം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ വീണ്ടും റീസെറ്റ് ആവുന്നതാണ്. അപ്പോഴത്തേക്ക് ആ ഒരു ഹാങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറുന്നതാണ്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് ബേജ് സീറ്റ്സ് വരുന്നുണ്ട്, ബട്ട് നമുക്കിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാം നമ്മുടെ ഇതിന്റെ വിൻസർ പ്രോയ്ക്കകത്തോട്ടാണ് വരുന്നത്. പിന്നെ മെയിൻ ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം 52 കിലോവാട്ട് ബാറ്ററിയാണ് വരുന്നത്. ഈ ബാറ്ററി വരുമ്പോഴത്തേക്ക് തന്നെ വേറൊരു കിടിലൻ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് റിവേഴ്സ് ചാർജിങ് ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ കൂടെ തന്നെ നമുക്ക് 7.4 കിലോവാട്ടിന് ഒരു ചാർജറും അതുപോലെ തന്നെ 3.3യുടെ ഒരു നോർമൽ ചാർജും കിട്ടും. 7.4 എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് ചാർജറാണ്. 3.3 എന്ന് പറയുമ്പോൾ നോർമൽ ചാർജിങ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ 52 കിലോവാട്ടിന്റെ ബാറ്ററിന്റെ പേരിൽ നമുക്ക് റേഞ്ചും കാര്യങ്ങളെല്ലാം പഴയ വിൻസർ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചിട്ട് വീണ്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 449ഓളം റേഞ്ചാണ് ഇപ്പം നമുക്ക് ഈ വിൻസറിൽ ക്ലെയിം ചെയ്യുന്നത്. നമ്മൾ പഴയ വിൻസറിലാണെങ്കിൽ പോലും നോർമലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ വിൻസർ വന്ന സമയത്ത് നമുക്ക് ഏകദേശം ആ ഒരു ബാറ്ററിയിൽ തന്നെ, അതായത് ഏകദേശം ഒരു 38 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് അതിനകത്ത് വന്നെങ്കിൽ പോലും നമുക്ക് ഏകദേശം 332ഓളം ആണ് റേഞ്ച് അതിനകത്ത് അന്ന് MG പറഞ്ഞിരുന്നത്. അതിനകത്ത് നമുക്ക് ആവറേജ് യൂസിൽ ഒരുപാട് കസ്റ്റമേഴ്സിനും എന്താ പറയുക ഒരു 300 അബവ് അല്ലെങ്കിൽ ഒരു 300 കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് വിത്ത് ഫുള്ള് വെയിറ്റും കാര്യങ്ങളായിട്ട് പോകുമ്പോഴത്തേക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആക്യുറേറ്റ് തന്നെയാണ്. അതിപ്പോൾ MGയുടെ വിൻസർ എന്ന് മാത്രമല്ല, നമ്മൾ പിസയുടെ CV നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കോമന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോലെ റേഞ്ചിന്റെ കാര്യത്തിൽ MG പറയുന്ന ആ ഒരു കാൽക്കുലേഷൻ ഏകദേശം സെയിം തന്നെയാണ്. അതായത് അതിൽ നിന്ന് ഭയങ്കര ഒരു ഡ്രാഫ്റ്റിക് ചേഞ്ച് വരാറില്ല, ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മാത്രമാണ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പം നമുക്ക് 52 കിലോവാട്ട് അതിൻ്റെ പേരിൽ തന്നെ ഏകദേശം 449 കിലോമീറ്റർ MG ക്ലെയിം ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് ഏകദേശം എങ്ങനെ പോലും ഒരു 400+ എങ്ങനെ പോയാലും ഒരു കസ്റ്റമറിന് ഒരു ആവറേജ് യൂസർ എന്തായാലും കിട്ടേണ്ടതാണ്. പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനകത്ത് 7.4 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ MG കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3.3യുടെ ഒരു ക്യാരിയിങ് ചാർജറും ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു സംഭവം വെച്ചാൽ നമുക്ക് സ്റ്റെപ്പിന് വരുന്നില്ല. സ്റ്റെപ്പിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണലി പർച്ചേസ് ചെയ്യണം. പക്ഷേ അതിന് പകരമായിട്ട് നമുക്കൊരു പങ്ക്ചർ കിറ്റ് MGനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു പങ്ക്ചർ കിറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യപ്പെട്ട ചെറിയ പഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട. ഇതാണ് നമ്മുടെ 7.4 കിലോവാട്ടിൻ്റെ ചാർജർ. ഇതൊരു വാൾ മൗണ്ടിങ് ചാർജറാണ്. ഈ നമ്മുടെ വീട്ടിൽ 3 ഫേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇനി ഇന്റീരിയറിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ബാക്ക് സീറ്റ് ഞാൻ കാണിച്ചു തരാം. വേറൊരു കാര്യം, ഈ ഒരു വിൻസർ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി വൈസ് നിങ്ങൾ ഈ ഒരു ബോട്ടാണെങ്കിലും നമ്മളെ ഫ്രണ്ടിലത്തെ ആ ഒരു ചെറിയ ആ ഒരു ബോണറ്റ് ആണെങ്കിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി വൈസ് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം MGയുടെ എല്ലാ വണ്ടിയും നമുക്ക് എന്താ പറയുക, സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയാണ് ഈ വണ്ടികൾ വരുന്ന ക്വാളിറ്റി. ബാക്ക് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലത്തേക്ക് ഈ ഒരു പഴയ വിൻസറിൽ വന്ന പോലെ റിക്ലൈനിങ് സീറ്റ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഏകദേശം 135 ഡിഗ്രിയോളം റിക്ലൈൻ ചെയ്യാൻ പറ്റിയ സീറ്റ്സ് ആണ്. അതായത് നിങ്ങൾ ഈ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്പേസ് ആണ്. ഇനി സ്പേസ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേസ് ആണ്. അതായത് ഏകദേശം ഒരു 7 സീറ്ററിൻ്റെ സ്പേസ് വരേണ്ടതിനകത്താണ് ഈ ഒരു 5 സീറ്റർ വണ്ടിയാക്കി MG വണ്ടി ഇറക്കിയേക്കുന്നത്. നമ്മുടെ ഈ ബാക്ക് സീറ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 135 ഡിഗ്രിയോളം റിക്ലൈൻ ചെയ്യാം. അതായത് നമുക്ക് ഈ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബാക്ക് സീറ്റാണ്. ഇതിനകത്ത് നമുക്ക് ബാക്ക് ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ആംബ്രസ്റ്റിനകത്ത് തന്നെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിൽ AC ഉണ്ട്. ഈ ബാക്കിൽ ഈ ഒരു AC കൂടാതെ നമുക്ക് 2 സീറ്റിനടിയിലും ACയും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് നോക്കുവാണെങ്കിൽ ചെറിയൊരു USB പോർട്ട്, അതായത് Type C പോർട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ താഴെയും കാണാം. ഇവിടെ ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ നേരത്തെ കണ്ട സെയിം ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീമാണ് ഇവിടെ വന്നേക്കുന്നത്. ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സാണ് വന്നേക്കുന്നത്. അതിൻ്റെ സബ് വൂഫേഴ്സും ആണ് അതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി നിലവിൽ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MGയുടെ ഫോർച്യൂൺ മലയാളം എന്ന് പറഞ്ഞ ഷോറൂമിലാണ്. നമ്മുടെ കൊല്ലത്താണ് ഈ ഒരു വണ്ടി നിലവിലുള്ളത്. നിങ്ങൾക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിനോ കാര്യങ്ങളോ എന്തായിട്ട് ഞാൻ താഴെ ഈ ഷോറൂമിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം കൊല്ലത്താണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവിന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ പഴയ വിൻസർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചെറിയ ചെറിയ മൈന്യൂട്ട് കംപ്ലയിൻസ് അല്ലാതെ മേജർ ആയിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പഴയ വിൻസറിലും അങ്ങനെ അധികം ആരും പറഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് കംപ്ലയിൻറ്റ് ഇല്ലാത്തൊരു വണ്ടി കാണത്തില്ല. ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പഴയ വിൻസറിലുണ്ട്, എങ്കിൽ അത് മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമല്ല. സെയിം ഈ ഒരു വിൻസറിൽ നമുക്ക് അത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. വലിയ മേജർ ആയിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരത്തില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് എക്സ്പെക്ട് ചെയ്യാം. കാര്യം ഒബ്വിയസ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി MGയുടെ വണ്ടികളൊന്നും അങ്ങനെ പൊതുവേ ആരും വഴിയിൽ കിടന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പൊതുവേ ആരും പറഞ്ഞില്ല. അതിപ്പം കോമറ്റ് ആണെങ്കിലും മിസഡ CV ആണെങ്കിലും നമ്മുടെ പഴയ വിൻസർ ആണെങ്കിലും അങ്ങനെയൊന്നും പറയില്ല. പിന്നെ നമുക്ക് ഒരുപാട് പേർക്കും മെയിൻ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് ആണ്. ചാർജിങ്ങിൽ കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂസും കാര്യങ്ങളൊക്കെ ആവുന്നതല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കൺഫ്യൂസ്ഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ഐസ് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോഴത്തേക്ക് അയാൾക്ക് ഇപ്പം നമ്മളൊരു നോർമലി എന്താ പറയുക ഒരു ചാർജിങ്ങിൽ എന്തായാലും ആദ്യം ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇവിടുന്ന് നിങ്ങൾ ഏത് ഷോറൂമിൽ നിന്നാണോ എടുക്കുന്നത് അവരുടെ നിന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നമുക്ക് AC യും DC യും സപ്പോർട്ട് ചെയ്യും. DC യിലൊക്കെ ഏകദേശം നമുക്കൊരു 1 hour ആ ഒരു റേഞ്ചിനകത്ത് നമുക്ക് വണ്ടി ഫുൾ ചാർജ് ചെയ്യാം. നമുക്ക് നോർമൽ AC യിലൊക്കെ ആണെങ്കിൽ ഒരു 4-5 hours വണ്ടി ലൈക്ക് ഒരു AC 7.4 ഒരു 4-5 മണിക്കൂറിനകത്ത് ചെയ്യാം. അതല്ല നിങ്ങളല്ലാതെ വീട്ടിൽ 3.3 ചെയ്യുവാണെങ്കിൽ ഒരു 9-10 മണിക്കൂർ ആ ഒരു സമയമൊക്കെ ആയിരിക്കും ചാർജിങ് ടൈം. പക്ഷെ അങ്ങനെ ചാർജ് ചെയ്താൽ പോലും ഏകദേശം 440 അതായത് 450 കിലോമീറ്ററോളം ഈ ഒരു വണ്ടി ഓടും. അത് നമ്മുടെ ഇപ്പോഴത്തെ ഫ്യൂൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഉള്ള ഒരു വ്യക്തിക്ക് പറ്റിയ കിടിലൊരു വണ്ടിയാണ്. സോ ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു ബേസിക് വീഡിയോ ഇട്ടതേ ഉള്ളൂ. ഈ ഒരു വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്തതിന് ശേഷമുള്ള ബാക്കി ഡ്രൈവ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ കൊണ്ടുവരുന്നതാണ്. നിലവിൽ വണ്ടിക്ക് ടെസ്റ്റ് ഡ്രൈവ് വേറൊരു ടെസ്റ്റ് ഡ്രൈവ് പോയേക്കുന്നതിൻ്റെ പേര് തന്നെ നമുക്കിപ്പോൾ നിലവിലിപ്പോൾ ഡ്രൈവ് പോകാൻ വേണ്ടി ഒരു വണ്ടിയില്ല. ഇത് ഷോറൂമിൽ തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ പേരിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഈ നിലവിൽ നമ്മുടെ ഷോറൂമിൽ വണ്ടി അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ MGയുടെ ഫോർച്യൂൺ മലയാളം അതായത് നമ്മുടെ കൊല്ലം ഷോറൂമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യമോ ഉണ്ടെങ്കിൽ ത്രോ ദം ടു കമൻറ്റ്സ്. നമുക്കപ്പം അറിയാവുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ കംപ്ലയിൻസോ ഉണ്ടെങ്കിൽ അത് കമൻസിൽ ഇടുക. അപ്പോൾ അത് അറിയാവുന്ന ആരെങ്കിലും ഒരാൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ തരുമല്ലോ. സോ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. മോഡിഫൈഡ് വണ്ടികളുടെ ആണെങ്കിലും ഇപ്പോൾ ഇതാണെങ്കിൽ പുതിയ വണ്ടികളുടെ ആണെങ്കിലും എല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ വണ്ടി മോഡിഫിക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പറിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൊരു വീഡിയോ കാണുന്നവരും ബൈ ബൈ ഗൈസ്.